മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ്. മലയാളി IS ഭീകരൻ സുബ്ഹാനി ഹാജ മൊയ്തീന്റെ ശിക്ഷാ ഇളവിനെതിരായ അപ്പീൽ നടപടികൾക്ക് തുടക്കമിടുകയാണ് NIA. നിയമവിദഗ്ധരുടെ പാനൽ തുടർ നിയമനീക്കങ്ങൾ ആലോചിക്കും. കൊച്ചി NIA കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതി 10 വർഷമായി ഇളവ് ചെയ്തിരുന്നു. കേരളത്തിലെ ആദ്യ IS റിക്രൂട്ട്മെന്റ് കേസ് പ്രതി ബീഹാർ സ്വദേശിക്ക് ശിക്ഷാ ഇളവ് ലഭിച്ചതും പിന്നീട് പുനഃസ്ഥാപിച്ചതും NIA ചൂണ്ടിക്കാട്ടുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഏത് സാഹചര്യത്തിലാണ് ഈ IS ഭീകരന് ശിക്ഷാ ഇളവ് ലഭിച്ചത്? തെളിവുകളുടെ അഭാവത്തിലാണോ, അതല്ലെങ്കിൽ തീവ്രതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയർന്നത് കൊണ്ടാണോ? എന്താണ് NIA അടുത്ത നീക്കം? നിലവിൽ കൊടും ഭീകരവാദിയായ സുബ്ഹാനി ഹാജ മൊയ്തീന് ഇത്തരത്തിലുള്ള ഒരു ഇളവ് ലഭിച്ചത് കോടതിയിൽ അയാൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്റെ പ്രായം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. മാത്രമല്ല, കഴിഞ്ഞ 9 വർഷമായി ജയിലിൽ തുടരുകയാണ്. 2015 പിടിയിലാകുന്നത്. അതിനുശേഷം താൻ വിചാരണ തടവുകാരനായി ജയിൽവാസം അനുഭവിക്കുകയായിരുന്നു. അതിനുശേഷം കൊച്ചി NIA കോടതി ശിക്ഷിച്ചതിന് ശേഷം ജയിൽവാസം തുടർന്നു. അങ്ങനെ ആകെ 9 വർഷം ജയിൽവാസം ഇതുവരെ പൂർത്തിയാക്കിയിട്ടുണ്ട്. തന്റെ പ്രായം കൂടി കണക്കിലെടുത്ത് മാനസാന്തരം വരാനുള്ള ഒരു സാഹചര്യം ഉണ്ട്, അതുകൂടി പരിഗണിക്കണമെന്നെല്ലാമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഇങ്ങനെയാണ് ഹൈക്കോടതി ഇയാൾക്ക് ഇത്തരത്തിൽ ഇളവ് നൽകിയത്. ജീവപര്യന്തം തടവ് ശിക്ഷയായിരുന്നു കൊച്ചി NIA കോടതി ഈ പ്രതിക്ക് നൽകിയത്. കാരണം കൃത്യമായി തന്നെ രാജ്യത്ത് ഭീകരത സൃഷ്ടിക്കാൻ ശ്രമിച്ചു, രാജ്യത്തിന്റെ സൗഹൃദ രാജ്യത്തിനെതിരെ യുദ്ധ നീക്കങ്ങൾ നടത്തി, മാത്രമല്ല യുവാക്കളെ ഭീകരതയുടെ ഭാഗമാക്കി മാറ്റാനുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ നടത്തി, ഇറാഖിലെത്തി അവിടെ IS-ൽ ചേർന്നുകൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദികളുടെ ഭാഗമായി മാറിക്കൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കുകയും അവിടെ പരിക്ക് പറ്റുകയും ചെയ്തപ്പോൾ തിരിച്ചു വരികയും ചെയ്ത ആളാണ് എന്ന കാര്യം NIA ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട വാദമായി അത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ അപ്പീൽ പോയപ്പോൾ ഇയാളുടെ പ്രായമടക്കം പരിഗണിച്ചുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇളവ് ഹൈക്കോടതി നൽകിയത്. എന്നാൽ ദേശീയ അന്വേഷണ ഏജൻസി സുപ്രീം കോടതിയിൽ ഇതിനെതിരെ ശക്തമായ നീക്കങ്ങളിലേക്ക് തന്നെയാണ് കടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു നിയമവിദഗ്ധരുടെ പാനലിനെ തന്നെ നിയോഗിച്ചുകൊണ്ട് കൂടിയാലോചനകൾ നടത്തി യാതൊരു തരത്തിലുള്ള നിയമപ്രശ്നങ്ങളും ഉണ്ടാകാത്ത വിധത്തിൽ കൃത്യമായി കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഇളവ് റദ്ദാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള തിരക്കിട്ട ചർച്ചകൾ, ഒപ്പം തന്നെ കൂടിയാലോചനകൾ ദേശീയ അന്വേഷണ ഏജൻസി നടത്തുകയുമാണ്. അവിടെ പ്രധാനമായും NIA വാദിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കൊടും ഭീകരവാദിയാണ് ഇയാൾ സുബ്ഹാനി ഹാജ മൊയ്തീൻ. ഇയാൾ വീണ്ടും തിരിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല, നാട്ടിൽ ഇറങ്ങി നടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ല. തൊടുപുഴ സ്വദേശിയായ സുബ്ഹാനി ഹാജ മൊയ്തീൻ നിലവിൽ ഹൈക്കോടതി നൽകിയിരിക്കുന്ന ഇളവ് പ്രകാരമാണ് എങ്കിൽ അടുത്ത വർഷം ജയിൽ മോചിതനാകും. സാധാരണ ആളുകൾക്കിടയിലേക്ക് വീണ്ടും അയാൾ ഇറങ്ങിച്ചെല്ലും. മാത്രമല്ല, യുവാക്കളെ ഭീകരവാദത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് റിക്രൂട്ട്മെന്റുകൾ അടക്കം നടത്താൻ വേണ്ടി പദ്ധതിയിട്ടു. പലയിടത്തും സ്ഫോടനങ്ങൾക്ക് ആസൂത്രണങ്ങൾ നടത്തി. ശിവകാശിയിൽ സ്ഫോടക വസ്തുക്കൾ വാങ്ങാൻ എത്തിയതിന്റെ വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരാളാണ് സുബ്ഹാനി ഹാജ മൊയ്തീൻ. മാത്രമല്ല, സമാനമായ മുമ്പുള്ള ചില കേസുകളുടെ കാര്യങ്ങൾ കൂടി ദേശീയ അന്വേഷണ ഏജൻസി പരിശോധിക്കുകയും അത് സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്യും. യാസ്മിൻ അഹമ്മദ് എന്ന സ്ത്രീയെ ഇത്തരത്തിൽ തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രത്യേക കോടതി ശിക്ഷിച്ചിരുന്നു. 7 വർഷം തടവിനായിരുന്നു നേരത്തെ ശിക്ഷിച്ചത്. പിന്നീട് ഇവരും ഹൈക്കോടതിയിലേക്ക് പോയി ശിക്ഷ 3 വർഷമായി ഇളവ് വാങ്ങി. അതിനെതിരെ ദേശീയ അന്വേഷണ ഏജൻസി സുപ്രീം കോടതിയിൽ സമീപിച്ചപ്പോൾ NIA വാദങ്ങളാണ് ശരി എന്ന് കണ്ടുകൊണ്ട് ശിക്ഷ നിലനിർത്തുകയായിരുന്നു സുപ്രീം കോടതി ചെയ്തത്. അത്തരത്തിലുള്ള ഒരു കേസിന്റെ പശ്ചാത്തലം കൂടി നിലവിലുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇത്തരം ഭീകരവാദികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമ്പോൾ ഇളവുകൾ നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നുമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും സുപ്രീം കോടതിയിൽ ബോധിപ്പിക്കുക. അതിനുവേണ്ടി തന്നെ ഉയർന്ന നിയമവിദഗ്ധരുമായി ആലോചിച്ചുകൊണ്ടും പ്രധാനപ്പെട്ട നിയമ പോയിന്റുകൾ മുൻനിർത്തി തന്നെയുള്ള ഒരു വാദങ്ങളിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസി കടക്കുന്നു. രാജ്യത്ത് ഭീകരവാദം വളരുകയും പ്രത്യേകിച്ച് കേരളം ഭീകരവാദികളുടെ കേന്ദ്രമായി മാറുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ശക്തമായ തുടർനീക്കങ്ങൾ. ശരി ജിജീഷ്, ഇതിന്റെ തുടർ ഡെവലപ്മെന്റ്സ് അറിയിക്കും എന്ന് കരുതാം.